ഇവിടെ പോലീസുകാർ 4-5 വട്ടം വന്ന് ട്രാഫിക് ബ്ലോക്കായി, ദൈവമേ ജനക്കൂട്ടമായി, മാതൃഭൂമിന്ന് ആള് വന്ന്. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ചെയറിന്റെ ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ ഇപ്പൊ പോയിട്ട് ക്യാമറ മേടിച്ചിട്ട് വരണം. പക്ഷെ 4-5 ലക്ഷത്തിന് ക്യാമറ ഇല്ലായിരുന്നു. അത് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു ദിവസം വാടകയ്ക്ക് എടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു കിടിലായിരിക്കും. അതിനുവേണ്ടി ഇപ്പം ഇറങ്ങാൻ പോയാ. ഇതെന്തുവാണ് ഇവിടെ ഒരുത്തൻ കിടന്നുറങ്ങുന്നു ഇറുക്കി, ദൈവനോട് കിടന്നുറങ്ങുന്നു. ഫുൾ ഉറക്കമാണല്ലോ. വേറെ 2 പേരും കൂടി ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കണ്ട ഞാനെക്കാടി മസ്റ്റ് അകത്ത് കസേരയിൽ നല്ല സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. ഗൈസ്, ഈ സൈക്കിൾ എടുത്തുകൊണ്ട് നമുക്ക് കടയിലോട്ട് പോകാം. പിന്നെ അവിടെ നിന്ന് അച്ഛൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ക്യാമറ മേടിക്കാൻ പോകാം. വണ്ടി ഇവിടെ ഇല്ലല്ലോ വേറെ ഒന്നും. നമ്മുടെ ഒരു ക്ലബിന് വേണ്ടിയിട്ട് അർജുനെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാണ് വന്നതാണ്. എൻ്റെ വീട് തപ്പിപ്പിടിച്ച് വന്നതാ. ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇവർ വന്നത് ഞങ്ങളെ ക്ലബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ എല്ലാ പക്ഷേ ഞങ്ങളുടെ ക്ലബ്ബൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പുറത്തൊരു വേറെ ടീമിലൂടെ കളിക്കുന്നത്. ആ പുള്ളി ഞങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് ഒരു 15 ജേഴ്സിയോളം ഞങ്ങൾക്ക് ഓണത്തിന് ഇവിടെ എല്ലായിടത്തും ടൂർണമെൻറ്റ് ഇറങ്ങാനായിട്ട് ജേഴ്സി ചെയ്യാനായിട്ട് അർജൻ്റെ വീട് തിരക്കി പിടിച്ച് വന്നിട്ടുണ്ട് എല്ലായിടത്തും. ഞാൻ ഒരുപാട് വാട്ടി പോയി. അവിടെ ചെന്നിട്ട് പുള്ളിയുടെ ഇത് കിട്ടിയില്ല. പുള്ളിയുടെ നമ്പർ വരെ കിട്ടിയത് വേറെ പുള്ളി കളിക്കുന്ന ജിമ്മിന് അവിടെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നത്. ഇവർ തന്നെ ഇവിടെ ജേഴ്സിയുടെ ആവശ്യമുണ്ടല്ലോ. ഇവർക്ക് ഓൾറെഡി 15 വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും 15 വേണം. ഒരു ജേഴ്സിക്കാണ് 550 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ 8000-നെങ്ങാണ്ട് ചിലവുണ്ട് അവർക്ക്. 8000 എന്തായാലും ഞാൻ എനിക്ക് റോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ 3000-4000 രൂപ നോക്കാം. നിങ്ങൾ കമൻറ്റിൽ എന്താണ്ടും പറ. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ വേണം ജേഴ്സി മേടിച്ച് കൊടുക്കുക, അല്ല പൈസ കൊടുക്കുക. ഇപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവരുടെ നമ്പർ മേടിച്ചോ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ ജേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി കാണാൻ നല്ല ലുക്ക്. അപ്പോൾ ഞാൻ ആ ക്യാമറയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോയപ്പോൾ അവന്മാരെന്നെ എനിക്ക് വഴി വെച്ച് കണ്ടത്. വഴി വെച്ചില്ല, എൻ്റെ വീട്ടിലോട്ട് കയറി വന്നു. അപ്പോൾ അവന്മാർക്ക് ഓൾറെഡി പകുതി ജേഴ്സി 15 ആരോ സ്പോൺസർ ചെയ്ത്, ഇനി ബാക്കി പകുതി എന്നെ കൊണ്ട് ഞാൻ വല്ല ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിച്ച് വന്നത്. നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറ. നിങ്ങൾ പറയുന്നതനുസരിച്ച് ചെയ്യുക. ഞാൻ അംബാനി ആയിരുന്നെങ്കിൽ വെറുതെ കൊടുത്തു വിട്ടേനെ. അംബാനി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് ചെയ്യാനാണ് നോക്കി കണ്ട് ചെയ്യണം. എനിക്ക് റോൾ ചെയ്യാൻ പൈസ വേണം, മനസ്സിലായോ? അമ്മമാർക്ക് ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരും. ആണ് ഏറ്റവും നല്ല സമയം. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ചാൻസ് കുറവാണ്. ഞാൻ വീഡിയോ വെക്കാത്ത സമയത്ത് എൻ്റെ പൈസ റോൾ ചെയ്ത് വെക്കുന്ന കയ്യിൽ, മനസ്സിലായോ? ഒടുക്കത്തെ വീലയുടെ കൈ കൊള്ളുന്നു എനിക്ക്. കൊള്ളാല്ലേ? ഞാൻ കടയിലെത്തിയത് വണ്ടി ഇവിടെ വെച്ചിരിക്കുന്നു. ഞാൻ വണ്ടി എടുക്കുക കേട്ടോ. ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. അരമണിക്കൂർ എടുക്കും കേട്ടോ. ഈ ഹെൽമെറ്റ് വെച്ച് എനിക്ക് വണ്ടി ഓടിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. ഒരു മണിക്കൂർ ഓടിച്ചില്ല, ഒരു 3/4 മണിക്കൂർ ഓടിച്ചപ്പോൾ തന്നെ ഞാൻ ചൂടായി ഫുള്ള്. ഞാൻ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഈ സ്ഥലമാണ്. അപ്പോൾ ഈ ക്യാമറയാണ് അത് ഞാൻ മേടിക്കാൻ പോകുന്നത്. മോസ്റ്റ്ലി കുറച്ച് നാളത്തെ ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറയാൻ അങ്ങനെ ഉണ്ടാവും. ഇപ്പം ക്യാമറയും SD കാർഡും പിന്നെ ലെൻസും കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് ഈ ബാഗിനകത്ത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോ അങ്ങനെ പോകാൻ നമുക്ക് നോക്കാൻ കേട്ടോ. ഈ വീട്ടിൽ പോണ്ടൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ഇനി അരമണിക്കൂർ എടുക്കും ഞാൻ വീട്ടിലെത്താൻ. ചാർജർ മറന്നു ക്യാമറയുടെ, അത് എടുത്തേക്കട്ടെ. അപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണെന്ന്. എൻ്റെ ഫങ്ഷനാലിറ്റിയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒടുക്കത്തെ വർത്തമിൻ്റെ സ്മെല്ലും വന്നു. അതെനിക്ക് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. അതെ, മീൻ മറക്കുന്ന കണ്ടോ? ഇവിടെ ചിക്കനാണല്ലോ. എനിക്ക് വായി എൻ്റെ മീനായിട്ടുണ്ട്. കഴിക്കേണ്ട സമയമായി. വായിന്ന് വെള്ളം വരുന്നു. ഇത് കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് ചിക്കനും കഴിക്കണം. പിന്നെ വീഡിയോ എടുക്കാനും പോകണം. സമയമില്ല. അങ്ങനെ ചിക്കൻ കഴിക്കാനുള്ള സമയം എത്തി. വാ പൊള്ളുന്നു കേട്ടാ. ഒടുക്കത്തെ പെട്ടെന്ന് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ലേറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ക്യാമറേൻ്റെ എത്തി കേട്ടാ. പ്രാവശ്യം നോക്കാം നിന്നെ കൊണ്ട് പൊക്കാൻ പറ്റുന്നുണ്ടെന്ന് ചെയ്യാറ്. ഒറ്റ കഴിക്കടാ. ഒറ്റേ പൊക്കി പിടിച്ചിരിക്കുമല്ലേ നീ? താഴത്തിൽ പൊക്കുന്നുണ്ടാ? അപ്പോൾ നമുക്ക് പോവാം. എങ്ങനെ പോകുമെന്ന് കണ്ടറിയാം. ചേച്ചി ഇപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് വരുന്നെന്ന് തോന്നുന്നു. ഒരു മാസമായെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ളൊക്കെ തൂത്തിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കണ്ടോ, ഫുള്ളും വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. എന്തായാലും ഞാൻ പെട്ടെന്ന് കേട്ടോ. ഓൾറെഡി ഇരുട്ടായി കിടക്കും. ഇനി ചെയ്ത് തീർത്തില്ലെങ്കിൽ ഇന്ന് നടക്കത്തില്ല. അത് ക്യാമറയ്ക്ക് വടകൊള്ളതല്ല. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം പൊക്കി കാണിക്കാം. നോക്കി ഈ ചെയർ. എനിക്ക് വയ്യ. എനിക്ക് വയ്യില്ലല്ലോ. ഒട്ടും ഭാരമില്ല. ഗൈസ്, അപ്പോൾ അവിടെ നിന്ന് മാറി ഞങ്ങളിപ്പോൾ ബീച്ചിലോട്ട് എത്തിയിരിക്കുക. എന്തായാലും ക്യാമറ ഇല്ല. അപ്പോൾ നമുക്കൊരു ബീച്ച് ഒരു ലക്കിടിയിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. അവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോലീസുകാർ 4-5 വട്ടം വന്ന് ട്രാഫിക് ബ്ലോക്കായി, ദൈവമേ ജനക്കൂട്ടമായി, മാതൃഭൂമിന്ന് ആൾ വന്ന്. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഇറങ്ങി മാറി കേട്ടോ. അറസ്റ്റ് ആയില്ല. ചിലപ്പോൾ അടുത്ത ന്യൂസ് പേപ്പറിൽ കാണും കേട്ടോ. അല്ല നമ്പറൊക്കെ മേടിച്ചായിരുന്നു ആ മാതൃഭൂമിക്കാർ. പറയാൻ പറ്റത്തില്ല. ഞാൻ ബീച്ചിൻ്റെ അവിടെ നിന്ന് മാറി ഇപ്പോൾ ഒരു കഫേയുടെ അവിടെ വന്നിരിക്കുകയാണ്. ഇവന് ഞാൻ കുറച്ച് ഫുഡിങ് കൊടുത്ത് ഇവനെ കുറച്ച് വണ്ണം വെപ്പിക്കണം. അതിന് വേണ്ടി വണ്ണം വെച്ച് കൊഴുത്തെത്തുമ്പം ഈ ചെയറ് എടുത്തോണ്ട് പോകാനാ റെസ്റ്റോറൻറ്റിലോട്ട്. അവർക്ക് ചെയറിൽ നമ്മൾ കൊണ്ടുവന്നു. ഇത് ഞാൻ വിചാരിച്ച് ചിക്കൻ ഡ്രൈ ആയിട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം കുറേ വെജിറ്റബിളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വലുതായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ ചിക്കൻ പീസ് മാത്രം എടുത്ത് തന്നെ.
ചേറിന് വാതൊക്കെ തന്നെ വെച്ചിരിക്കുകയാണല്ലോ, അവിടെ തന്നെ ഇരിപ്പുണ്ട്. കേസ് ഞാൻ മറ്റേ പുതിയ ക്യാമറയ്ക്ക് അകത്തെടുത്ത വീഡിയോ നോക്കുമായിരുന്നു. അതിനകത്ത് അതിൻ്റെ നോർമൽ കളർ വേറെ ഏതാ, പക്ഷെ ഞാൻ കളർ ആഡ് ചെയ്യുമ്പോൾ മോനെ കിടിലുക. ഞാൻ കാണിച്ചുതരാം. നോർമൽ കളർ ഇതാണ്, ഞാൻ കളർ ആഡ് ചെയ്യുമ്പോൾ നോക്കിയത്. നിങ്ങൾക്ക് ഐഫോണിനകത്ത് കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല, പക്ഷേ മോനെ വീഡിയോ ഇറങ്ങുമ്പോൾ കിടിലായിരിക്കും. അമ്മേ അമ്മേ ഇതെന്താ അമ്മേ മീനും ചിക്കനും എല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ, കുറെ ഏറെ സൽക്കരിക്കുന്നുണ്ട്. എന്ത് പറ്റി? മീനും ചിക്കനും അയ്യോടാ തമ്പുരാനെ സൽക്കരിച്ച ഏതോ എന്റെ ഫുഡ് എത്തിയിട്ടുണ്ട്. നീ ഇവിടുത്തെ രാജകുമാരനല്ലേ? വേണ്ട 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 വേണ്ട, രാജകുമാരനല്ലേ? ഞാൻ കഴിക്കട്ടെ. രാജകുമാര വേണ്ട നിർത്ത്. രാജകുമാരൻ കഴിക്കും. കഴിക്കും. രാജകുമാരൻ ഈ വീഡിയോ പുതിയ എടുത്ത വീഡിയോ രാജകുമാരൻ ചിരിക്കി. വീഡിയോ കൊള്ളാടാ, കുഴപ്പമില്ലടാ. നല്ല ക്യാമറ എന്തോന്നില്ലടാ. നല്ല ക്യാമറ ഒന്ന് വെച്ച് നല്ല ക്യാമറ തന്നെ അതൊരെണ്ണം മേടിക്കണം. പക്ഷെ ഇപ്പൊ അതിനുള്ള പൈസ സൂപ്പർ കേട്ടാ. ആ വ്യത്യാസം കണ്ട, ആ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസം. പിക്ചർ സിനിമ കാണുന്ന ഫീലിംഗ് അത്ര ഒന്നും ഫീൽ ഇല്ല, നല്ല വ്യത്യാസമുണ്ട്. എന്നാലും വ്യത്യാസം എന്റെ ക്യാമറക്കാട്ടി വ്യത്യാസമുണ്ട്. ഇന്നെന്താ വീഡിയോ സംഭവിച്ചെന്നറിയാമോ? എന്നാ സംഭവിച്ചു? എന്താ സംഭവിച്ചെന്ന് മോനെ, 4 പ്രാവശ്യം പോലീസുകാർ വന്നറിയാം വീഡിയോ ഇടയ്ക്ക്. എന്നിട്ടൊന്നും പറഞ്ഞൊന്നും ഇല്ല പോലെ. ഓരോ പ്രാവശ്യം വന്നിട്ട് അവിടെ എന്ത് ചെലവാരെന്നറിയാം ആ മൂലക്കകത്ത് ആൾക്കാർ പ്രശ്നം പറ്റി. ഞാൻ എൻ്റെ വരെ കുത്തിയിട്ട് വന്ന് പോകുമ്പോൾ അതല്ല ചേട്ടാ, കുറെ ആൾക്കാർ കൂടിയുണ്ട്. ചെറുതായിട്ടാണ് 4 പോലീസ് വണ്ടി വന്നത്. മാറി പോലീസ് വണ്ടി അല്ല 4 പോലീസുകാരനല്ലേ വന്നത്. പോലീസ് വണ്ടി 4 വന്നിട്ട് അതായത് 4 നിന്ന് 2 പോലീസ് വണ്ടി ആൾക്കാർ കുറച്ച് ഇതായിരുന്നു, അതല്ല ബാക്കി കുഴപ്പമില്ല. അത് കുറച്ച് എന്തൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ അവസാനം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന കണക്ക് ഫീലായി വന്നപ്പം ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്തില്ല. എന്നുവെച്ചാൽ ആൾക്കാർ കുറേ കൂടി എൻ്റെ കൈ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ വന്നു. അതെന്നെ ചുറ്റി നിൽക്കുക കുറേ ജനങ്ങൾ. ഇങ്ങനെ ചെയർ എന്തുവാണ് മറ്റേതാണെന്ന് പറഞ്ഞ പ്രാവശ്യം ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കൂടിക്കൊണ്ടേയിരിക്കും. ഈ കൂട്ടം എന്താണെന്നും പറഞ്ഞ് കുറെ വന്ന്. അതിനെക്കാട്ടി ഏറ്റവും വിറ്റ് വേറെ പരിപാടിയുണ്ട്. മാതൃഭൂമി റിപ്പോർട്ടർ വരിടക്കുണ്ടായിരുന്നു. അവൻ ഫോട്ടോ എടുത്തിട്ട് ലബ്ബർ മേടിച്ചിട്ടാ പോയ. ആ ചേട്ടൻ എൻ്റെ അടുക്കൽ വന്ന്, മാതൃഭൂമിക്കാരൻ, എനിക്കറിയത്തില്ല മാതൃഭൂമിയാണെന്ന്. എൻ്റെ അടുക്കൽ വന്ന് ഞാൻ എന്താ ചാനലൊക്കെ ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ എൻ്റെ നമ്പർ ചോദിച്ചു. ഞാൻ ബ്രോ ചേട്ടൻ നമ്പർ എനിക്ക് തരാൻ പറ്റത്തില്ല, ഞാൻ മാതൃഭൂമി വന്നു. എന്നാൽ ശരി നമ്പർ എടുത്തു പറഞ്ഞ നമ്പർ കൊടുത്തു. അത് വല്ലോ ഇത് ചോദിച്ച് വല്ലതും വിളിച്ച് പറയാനാണെന്ന്. മാതൃഭൂമിയാണെന്ന് തോന്നുന്നു. അയാൾ വലിയ ക്യാമറ വെച്ചായിരുന്നത്. ID പ്രൂഫ് ചോദിച്ചില്ല, പക്ഷെ ഒരു വലിയ ക്യാമറ കയ്യിലുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പൊ ചിലപ്പോ നോക്കാം നമുക്ക്. എനിക്ക് പത്രത്തിലൊക്കെയാണ് എന്ത്, പത്രത്തിൽ ഒന്നെങ്കിൽ അവരടിച്ച് സ്വന്തമായിട്ട് തരണം, അല്ലെങ്കിൽ ഞാൻ ചെറുമക്കുളത്തിൽ യാതെല്ലാം അടിച്ചിറക്കാം. എങ്ങനെയും വന്നാ പോരെ. ഞാനെന്താ പേടിക്കാൻ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ ജസ്റ്റ് അവിടെ ഇരിക്കുമ്പം കുറച്ച് കംഫർട്ടബിലിറ്റി ഇല്ല, അതെനിക്ക് മനസ്സിലായി. കംഫർട്ട് അല്ലായിരുന്നു അവിടെ. ചെയറിന്റെ ഒന്നും ആൾക്കാർ കൂടി വണ്ടിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാം മാറണോട്ട്. ആൾക്കാരൊക്കെ ദൂരത്തുനിന്നൊക്കെ വരുന്നു, അറിയാവോ, ദൂരത്തുനിന്നൊക്കെ. അതൊക്കെ ഞാൻ വീഡിയോ കാണുമ്പോ കണ്ടോ. അയ്യോ ഇനി തീർന്ന ആ വീഡിയോ, ഇനി ആ ചെയർ വീഡിയോ ഉണ്ട്. അതൊക്കെ വലിയ കഥകളാണ്. വീഡിയോ കാണണ്ടമ്മ, വീഡിയോ ഒന്നും കാണണ്ട, വേണ്ട. അത് ഞാൻ സബ്സ്ക്രൈബേഴ്സ് കാണുന്ന സമയത്ത് അമ്മയും കണ്ടാൽ മതി. ഇവിടെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒന്നും ഇറങ്ങി കിട്ടാറില്ല, വേണ്ട. എനിക്ക് വീഡിയോ കാണാൻ പറ്റില്ല, ഞാൻ ഏതെങ്കിലും പാതിരാത്രിയിലെ ഫോൺ എനിക്ക് പകലെവിടെയാണ് നോക്കാം, ഒന്ന് കാണിക്കാം ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ കൈ കഴുകിയിട്ട് ഷർട്ടും മാറിയിട്ട് ആഹാരം കഴിക്കാം. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.